പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്റ്റേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ഫ്ലാറ്റായിട്ട് ഓപ്പണിംഗ് വന്നു. അതിനുശേഷം കുറച്ച് മുകളിലോട്ട് പോയി. CPR ലെവലൊന്നും പോയില്ല. അതിനുശേഷം ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു നാരോ CPRൻ്റെ ഇതുണ്ട്. നാരോ CPRൻ്റെ ട്രെൻഡ് നോർമൽ ഉണ്ടെങ്കിൽ ആ നാരോ CPR ഉള്ള ദിവസം ട്രെൻഡിങ് മാർക്കറ്റ് ആയിരിക്കും. ഒന്നുകിൽ ഹെവി മൂവ്മെൻറ്റും മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട്. അപ്പോൾ ഇന്നത് ഡൗൺ ട്രെൻഡിലോട്ടാണ് പോയത്. വൺ സൈഡ് പോക്കായിരുന്നു, താഴോട്ട് തന്നെ പോയി. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് മാർക്കറ്റ് ഫ്ലാറ്റായിട്ടുള്ള ക്ലോസിംഗ് ആണ്. അതായത് ഒരു 0.10% അല്ലെ 0.20% അങ്ങനെയൊക്കെ. ഇടയ്ക്ക് കുറച്ച് ഡൗണോ അല്ലെങ്കിൽ ഇച്ചിരി അപ്പിലോ പോയിട്ട് ക്ലോസിംഗ് വരുമ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഡൗണിൽ തന്നെ ക്ലോസായി, ഇറങ്ങി നല്ല ഡൗണിൽ തന്നെ ക്ലോസായി. ഏകദേശം 0.38% മൈനസിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സെയിം, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി സെയിം ചാർട്ട് തന്നെ. ഓപ്പണിംഗ് ഫ്ലാറ്റായിട്ട് വന്നു, കുറേ കയറിപ്പോയി, അതിനുശേഷം വൺ സൈഡ് താഴോട്ട് തന്നെ ഇറങ്ങിപ്പോകുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ മാർക്കറ്റിൽ പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന നല്ല സ്റ്റോക്കുകൾ ഇഷ്ടംപോലുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റ്, എൻ്റെ ഒരു കാൽക്കുലേഷൻ, മാർക്കറ്റ് ഇതുപോലെ ഒരു ഫ്ലാറ്റ് ട്രേഡിങ് കുറേ നടത്തിയിട്ട് ചിലപ്പോൾ ഒരു അപ് ട്രെൻഡ് വന്നിട്ട് ഒരു 25,000 എപ്പോഴെങ്കിലും ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചിറങ്ങുമെന്നാണ് എനിക്കൊരു കാൽക്കുലേഷൻ ഉള്ളത്. പക്ഷേ ഇതിപ്പം അപ് ട്രെൻഡ് 25,000 ടച്ച് ചെയ്ത് തന്നെ ഇറങ്ങുന്ന പോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അറിയില്ല, വരും ദിവസങ്ങളിൽ പെട്ടെന്നൊരു മൂവ്മെൻ്റ് അപ്പിലോട്ട് വന്നിട്ട് ഈ നിറയെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുക 25,000 റേഞ്ചിലൊക്കെ. ഓപ്ഷൻസൊക്കെ ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ ആയ റേഞ്ചിലുണ്ട്. അപ്പോൾ അത് ഒരു പ്രാവശ്യം തൂത്തുവരാൻ വരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും മാർക്കറ്റ് മൊത്തത്തിൽ വീക്കാണ്. അന്ന് അഥവാ 25,000 വന്നെന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ നല്ല സെല്ലിങ് വരാനാണ് ചാൻസ് കൂടുതൽ മാർക്കറ്റിൽ. നിഫ്റ്റിയുടെ ചാർട്ട് ഇവിടെ നോക്കിയാൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി എല്ലാം സെയിം തന്നെ. വൺ സൈഡ് കുറച്ച് അപ്പിലോട്ട് പോയി, അതിനുശേഷം വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അങ്ങനെ തന്നെ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്ന് കുറച്ച് മുകളിലോട്ട് പോയി, ജസ്റ്റ് CPRൻ്റെ മുകളിൽ പോയിട്ട് ഇടാതിന് ശേഷം തിരിച്ചിറങ്ങി പോകുന്നു. നല്ല ഡൗൺ ട്രെൻഡിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഷെയറുകൾ ഇതായിരുന്നു. ഞാൻ ഇന്ന് മാർക്കറ്റിൽ ഇല്ലായിരുന്നു, പക്ഷേങ്കിൽ ഞാൻ എടുത്ത് കൊടുത്ത ഷെയർസിനകത്ത് നല്ല ചാൻസുകൾ കൊടുത്ത ഷെയറുകളുണ്ട്. ഈ സോഫ്റ്റൊക്കെ, സൺഫ്ലവർ എന്ന് പറയുന്ന ഷെയർ, ഏഷ്യൻ ഇലക്ട്രിക്, അതുപോലെ JWL, സ്വാൻ എനർജി, ഈ ജൂബിലൻ്റ് ഇൻഗ്രേവിയ, ടിറ്റാഗ്ര എന്ന് പറയുന്ന ഷെയർ. ഇതിനകത്തെല്ലാം നല്ല ചാൻസുകളായിരുന്നു എല്ലാ ഷെയർസിനകത്തും. ലൈറ്റൻ വ്യൂവിനകത്ത് നല്ല ചാൻസ് വന്നായിരുന്നു തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒരു 3-4 ഷെയർ നോക്കിയിട്ട് നമുക്ക് നാളത്തേനുള്ള ഷെയർസിലോട്ട് ഇപ്പം ഇന്ന് നല്ല ചാൻസ് വന്ന ഒരു 3-4 ഷെയർ നോക്കാം. ജൂബിലൻ്റ് ഇൻഗ്രേവിയ എന്ന് പറയുന്ന ഷെയർ, ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒന്ന് നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങി 858 താഴെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. നമ്മളിവിടെ എൻട്രി എടുത്താൽ 858-59 റേഞ്ച് എടുത്താൽ നമുക്ക് 852, ഒരു 6-7 രൂപ കിട്ടുന്നുണ്ട്. ക്വാണ്ടിറ്റി ഒക്കെ എടുത്ത് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിനുശേഷം ഇത് ബുക്ക് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഈ 859 എടുക്കും. നമ്മൾ 863 സ്റ്റോപ്പ് ലോസ് ഇടും. നമ്മൾ 863 അല്ല, ഇത് 870 വരെ പോയി. ഇതിൻ്റെ കണ്ടില്ലേ, ഹൈ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ 10 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമ്മുടെ ട്രേഡ് പോയെങ്കിൽ നമുക്ക് നേരെ പോയി സ്റ്റോപ്പ് ലോസ് അടിക്കും. സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിക്കും, വരച്ച് കാണിക്കാം. ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കും, ഈ ലൈനിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മൾ നോക്കേണ്ടത് അടുത്ത ലെവലിൽ പോകുന്നതെന്ന് നോക്കുക. അതല്ല തിരിച്ച് വീണ്ടും പഴയ ലെവലിൽ താഴോട്ടാണ് ഇറങ്ങുന്നതെന്ന് നോക്കുക. ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം അടുത്ത ലെവലിലോട്ട് ഈ ഷെയർ കയറിപ്പോയി. അടുത്ത ലെവലിൽ കയറിപ്പോയപ്പോൾ നമ്മൾ നോക്കേണ്ട അടുത്ത ലെവലിൽ കയറിയിട്ട് ഇറങ്ങുന്നുണ്ടോ, അതല്ല വീണ്ടും അതിൻ്റെ മുകളിലുള്ള ലെവലിലോട്ട് റെസിസ്റ്റൻസ് ലെവലിലോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അടുത്ത ലെവലിലോട്ട് പോയില്ല, ഇവിടുന്ന് തിരിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. 879 റേഞ്ചിൽ എൻട്രി എടുത്താൽ പിന്നെ കണ്ടില്ല, വൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. ഇവിടെ 10 രൂപയുടെ അഥവാ ലോസ് ആയെങ്കിൽ
ഇവിടെ ഒരു 879 എൻട്രി എടുത്തവർക്ക് നോക്കി 840 കറക്റ്റ് 840 ആ റേഞ്ചിലോട്ട് വന്നു. അവിടെ 10 രൂപ പോയെന്ന് പറഞ്ഞാൽ ഇവിടെ 40 രൂപ വൺ സൈഡ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അഥവാ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ആ ഷെയറിനകത്ത് ഞാൻ ആ പറയുന്ന രീതിയിലുള്ള സെല്ലിങ് ചാൻസ് കിട്ടുമെന്ന് നോക്കുക. ഇതിനകത്ത് അതുപോലെ കൃത്യമായിട്ട് കിട്ടി. അതിനകത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനും പറ്റുമായിരുന്നു. അതിന് ശേഷം നമുക്ക് ചാൻസ് വന്ന ഷെയർ ലേറ്റന്റ് വ്യൂ. ലേറ്റന്റ് വ്യൂവിൻ്റെ ചാർട്ട് നോക്കി, കറക്റ്റ് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മൾ ഈ 519 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ ഇവിടെ നോക്കി 508, 506, ലാസ്റ്റ് അത് 506 റേഞ്ചിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. വൺ സൈഡ് മൂവ്മെൻ്റാണ് തടുന്നത്. ഇടയ്ക്ക് ആവറേജിലോട്ട് വന്നെങ്കിലും തിരിച്ച് വീണ്ടും ഇറങ്ങിപ്പോകുന്നു. നമുക്കിവിടെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. നമ്മൾ 519-18 എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 521, 2 രൂപയുടെ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. 2 രൂപയുടെ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ഏകദേശം എത്ര രൂപ കിട്ടുന്നുണ്ട്? നമുക്ക് 15 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട് അതിനകത്ത്. അതിനുശേഷം ഏഷ്യൻ എനർജി എന്ന് പറയുന്നൊരു ഷെയർ, ഏഷ്യൻ എനർജി സർവീസ് ലിമിറ്റഡ്. ഈ ഷെയർ നോക്കിയ വൺ സൈഡ് ഓപ്പണിങ് ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് നേരെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു. R1 അടിച്ചതിന് ശേഷം ഇവിടെ ഇറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ 404 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ പിന്നെ വൺ സൈഡ് താഴോട്ട് പോക്കാം. ഒന്ന് ലോ ഇവിടം വരെ അടിച്ചു, ഇവിടം വരെ ലോ അടിച്ചു. 374, 404 തന്നെ 374, 40 രൂപയ്ക്കടുത്ത് 30 രൂപ. 30 രൂപ നമ്മൾ 30 രൂപ ഉണ്ട്. ഒരു 10-15 രൂപ ഈ സൈഡ് നമുക്ക് ഇവിടെ കണ്ട് 2-3 ക്യാൻഡിലേ അത് വരുന്നുണ്ട്. 390, 14 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റ് ആ ഷെയറിനകത്ത് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനുശേഷം നമുക്ക് JWL എന്ന് പറയുന്ന ഷെയർ, ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ്. ഇവിടെ നോക്കിയാൽ വൺ സൈഡ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ കയറിപ്പോയി R1 അടിച്ചു. R1 ഹൈ അടിച്ചതിന് ശേഷം ഇവിടെ ഇറങ്ങി 579 നമ്മൾ എൻ്റെ എടുത്താൽ നോക്കി. വൺ സൈഡ് മൂവ്മെൻറ്റ് 558, 20 രൂപ പ്രോഫിറ്റ്. പിന്നെ ലാസ്റ്റോട്ട് വീണ്ടും പോയി ലോ അടിക്കുന്നുണ്ട്. അതുപോലെ തിത്താഗ്ര എന്ന് പറയുന്ന ഷെയർ, ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് ഓപ്പണായി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു തിരിച്ചിറങ്ങി. 1347 എൻട്രി എടുത്താൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ 1324 വരുന്നുണ്ട്. 20 രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് വരുന്നുണ്ട്. അതിന് ശേഷം 15 വരെ വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് അപ്പിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ ഹ്യൂജ് പ്രോഫിറ്റാണ് ഷോർട്ട് സെല്ല് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് സെല്ലിങ് ചെയ്യുന്ന CPRൻ്റെ ലെവലുകൾ വെച്ചിട്ട് നമ്മൾ തലേദിവസം നല്ല മൂവ്മെൻ്റ് ഉള്ള ഷെയർ, നല്ല വോളിറ്റിൽ ഹൈയിൽ പോയ ഷെയർസ് എടുക്കും. അതിൽ നിന്ന് ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഷെയർ ഏറ്റവും ടോപ്പിൽ ഏറ്റവും ഹൈയിൽ വോളിറ്റി പോയ ഷെയർ എടുത്തിട്ട് ഇന്ന് ആ ഷെയർസിനകത്താണ് നമ്മൾ ഷോർട്ട് സെല്ലിങ് ചെയ്യുന്ന CPR ലെവലുകൾ വരുമ്പോൾ. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. പുതുതായിട്ടുള്ളവരെ നോക്കി പഠിച്ച് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തേന് നമ്മൾ ഇത്രയും ഷെയർ എടുത്തിട്ടുള്ള 14 ഷെയർ എടുത്തിട്ടുണ്ട്. ഈ 14 രീതിയിൽ അവസാനത്തെ ഈ സിയറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയറിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെ ആവറേജ് നോക്കിയാൽ അറിയാം. ആവറേജിന് മുകളിൽ താഴെയാണ് ക്ലോസിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഷെയർ ഓപ്പണിങ്ങിൽ ഇപ്പോൾ കെയ്ൻസ് ടെക്നോളജി ഹൈ അടിച്ചിട്ടുണ്ട് 6795. ഓപ്പണിങ്ങിൽ ഒരു മൂവ്മെൻറ്റ് ഇച്ചിരി അപ്പിൽ ഓപ്പൺ ആയെങ്കിൽ ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് മുകളിൽ ട്രേഡ് ആയതിനു ശേഷം ഇതിന് താഴോട്ട് ഈ ഷെയർ വന്നാൽ നമുക്ക് സെല്ലിങ് ചാൻസ് എടുക്കാം അവിടെ. അതല്ല വൺ സൈഡ് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഹൈയിൽ നിന്നോ R1 റേഞ്ചിൽ നിന്നോ തിരിയുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. കെയ്ൻസിനകത്ത് സിയറ്റിനകത്താണെങ്കിലും ആവറേജ് വന്നിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറാണ്. സെഞ്ച്വറി പ്ലൈ എനിക്ക് തോന്നുന്നത് നാളെ ചിലപ്പോൾ ഒരു പ്രാവശ്യം 900 റേഞ്ചിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അഥവാ നോക്കട്ടെ, എൻ്റെ ഓൾ ടൈം ഹൈ
നിഫ്റ്റി രൂപയ്ക്ക് ഹൈ 935. അപ്പോൾ നാളെ ഈ ഷെയർ ചിലപ്പോൾ 900 മുകളിൽ ട്രേഡ് ആകും. നോക്കി ആ ഷെയറിനകത്ത് ട്രേഡ് എടുക്കാവും. 900 മുകളിൽ പോയതിനു ശേഷം 900 താഴെ ഇറങ്ങുമ്പോൾ ഒരു എൻട്രി എടുക്കാം, കുഴപ്പമില്ല. ആ സമയത്ത് ഹൈയുടെ മുകളിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് എൻട്രി എടുത്താൽ മതി. അതുപോലെ BLS എന്ന് പറയുന്ന ഈ ഷെയർ ഈ R2 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. R1 വന്നാലും നല്ല ചാൻസ് കിട്ടും, പക്ഷേങ്കിൽ നമ്മളധികം വെയിറ്റ് ചെയ്യരുത്. കിട്ടുന്ന പ്രോഫിറ്റ് 4-5 രൂപ കിട്ടുവാണെങ്കിൽ അത് ബുക്ക് ചെയ്ത് മാറുക. ഓട്ടോ ഇൻഡസ്ട്രീസ് അതും R2 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. R1 റേഞ്ച് ആണെങ്കിലും മോശമൊന്നുമല്ല, നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിരമിഡ് എന്ന് പറയുന്ന ഷെയർ അതും R2 റേഞ്ചിൽ പോയിട്ട് R2 റേഞ്ച് 249 റേഞ്ച് അവിടെ പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ ഒരു മൂവ്മെൻറ്റ് കിട്ടി അവിടെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. R1 പോയിട്ടാണെങ്കിലും ചാൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ കുറച്ച് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ബുക്ക് ചെയ്ത് മാറുക. സ്റ്റാർ സിമെൻറ്റ് R1 പ്രീവിയസ് ഡേ ഹൈ ഒക്കെ അടിച്ചിട്ട് ഈ 2 ലെവലിലും താഴെ വന്നാൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടും. ഷാലറ്റ് ഹോട്ടൽ എന്ന് പറയുന്ന ഈ ഷെയർ ഹൈയോ R1 റേഞ്ചോ R2 റേഞ്ച് പോയി കിട്ടുവാണെങ്കിൽ ഓപ്പണിങ് നല്ലൊരു ഹെവി മൂവ്മെൻറ്റ് കിട്ടുക, സൂപ്പറായിരിക്കും. അതല്ല R1 റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ട്. MHL ഇത് 3 ദിവസം ഇപ്പോൾ ഓൾറെഡി ഒരു 3 ദിവസം കൊണ്ട് 50% കയറിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ R1 കണ്ടില്ലേ 299, ഈ ലെവൽ അടിച്ചിട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഈ ലെവൽ അടിച്ചിട്ട് ഇറങ്ങി നല്ല വോളിയം ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ട്രേഡ് എടുക്കാവൂ. അതല്ല വീക്കായിട്ട് നാളെ ഒരു 290 പോയിട്ട് തിരിച്ച് പതുക്കെ ഇറങ്ങി ഈ ലെവൽ കട്ട് ചെയ്താൽ നല്ല ഹെവി ഫോൾ വരാൻ ചാൻസ് ഉണ്ട്. ഹൈയുടെ താഴോട്ട് ഇറങ്ങി ഇന്നത്തെ ഹൈയുടെ. ബ്ലിസ് GVS നോക്കുക. ഈ ബ്ലിസ് GVS ഒക്കെ കാണുമ്പോഴേ അറിയാൻ 200 രൂപ പോകാൻ വേണ്ടിയുള്ള മൂവ്മെൻ്റ് അത്. അപ്പോൾ ലെവലുകൾ വന്ന് കിട്ടുമ്പോൾ ചെറിയ പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് മാറി. ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്ന ഷെയർ R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും, നോക്കുക. DCM ശ്രീറാം അതും R1 അല്ലെ R2 റേഞ്ച് 20% അപ്പാണ്. അപ്പോൾ R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും, നല്ല ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതല്ല സെൻറ്റം എന്ന് പറയുന്ന ഈ ഷെയറും R1 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ ഷെയർസിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റോടെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.